തിരുവനന്തപുരത്തെ മുഴുവൻ കടൽ തീരങ്ങളും ഇന്ത്യക്ക് തന്നെ നിർണായകമായ തന്ത്രപ്രധാനമായൊരു ഭാഗമാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും വളരെ എളുപ്പത്തിൽ തൊട്ടടുത്തുള്ള ശ്രീലങ്ക, മാലി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഒരു യുദ്ധവിമാനത്തിന് ചെന്നെത്താനാകും എന്നതിലാണ് ആദ്യത്തെ ആ സവിശേഷത ഇരിക്കുന്നത്. പിന്നെ ഭൂമിശാസ്ത്രപരമായ പല പ്രത്യേകതകളും. അതുകൊണ്ട് തന്നെയാണ് ഓഖിയും സുനാമിയും ഒക്കെ കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ശംഖുമുഖം കടൽ തീരം കടലെടുത്തുകൊണ്ട് പോയിട്ടും തകർന്ന് തരിപ്പണമായിട്ടും ഇന്ത്യൻ നേവി ആ തീരം പുനർനിർമ്മിച്ച് ഒരു ലോകോത്തര സൈനിക അഭ്യാസത്തിന്, നാവികസേനയുടെ അഭ്യാസ പ്രകടനത്തിനുള്ള വേദിയാക്കി മാറ്റിയത്. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ പൂർണ്ണ പിന്തുണയും അതിനുണ്ടായിരുന്നു. കാരണം ചെയ്തു കൊടുത്തേ പറ്റും. ഇന്ത്യൻ നേവിയാണ്. അഡ്മിറൽ നാവികസേന മേധാവി ത്രിപാഠി നേരിട്ട് വന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കാരണം വിശിഷ്ടാതിഥി ദ്രൗപദി മുർമുവാണ്. ഡിസംബർ 3-നാണ് തിരുവനന്തപുരത്തെ പുളകം കൊള്ളിച്ചുകൊണ്ടുള്ള ആ എയർ ഷോ അടക്കമുള്ള നാവിക അഭ്യാസങ്ങളടക്കം അവിടെ അരങ്ങേറുക. കടലിനടിയിൽ നമുക്ക് ഒന്നിലേറെ അന്തർവാഹിനികൾ പ്രതീക്ഷിക്കാം. കാരണം ഒരു നാവികസേനയുടെ എയർ ഷോ അടക്കമുള്ള ഒരു ഷോ നടക്കുമ്പോൾ ശത്രു രാജ്യങ്ങളുടെ ശ്രദ്ധയും അവിടേക്ക് പതിക്കും. കാരണം നമ്മുടെ ആയുധ വിന്യാസങ്ങളും എല്ലാം അവിടെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ വന്നു നിൽക്കുന്നത് വളരെ എളുപ്പമാണ് അവിടെ ഒരു കുൽസിത പ്രവൃത്തി ചെയ്തു കൂട്ടാൻ. അതുകൊണ്ട് തന്നെ രാജ്യത്തെ മുഴുവൻ നമ്മുടെ വ്യോമ, ഗതാഗത, നാവിക, നിരീക്ഷണ സംവിധാനങ്ങളടക്കം എല്ലാം ജാഗരൂകരായിരിക്കുക തിരുവനന്തപുരം ജില്ലയിലേക്കാകും. കാരണം തീരപ്രദേശം, വളരെ നീണ്ടുകിടക്കുന്ന തീരപ്രദേശം, ഭൂമിശാസ്ത്രപരമായി കേരളത്തിന്റെ ഏറെ സവിശേഷപരമായ ഒരു പ്രദേശമാണ് തിരുവനന്തപുരം. അപ്പോൾ സൂക്ഷ്മമായ അതീവ ജാഗ്രതയോടെയുള്ള ദിനങ്ങളാണ് ഇപ്പോഴങ്ങോട്ട് കടന്നു പോകുന്നത്. ഒരു റിഹേഴ്സൽ കഴിഞ്ഞു. 29-ാം തീയതി വൈകുന്നേരം അടുത്ത റിഹേഴ്സൽ, ഡിസംബർ 1-ന് ഫൈനൽ റിഹേഴ്സൽ. അത് കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം നിവാസികൾ കാണാൻ പോകുന്നത്, കേരളത്തിലുള്ളവർ കാണാൻ പോകുന്നത് രാജ്യം ഇതുവരെ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും പുതുമയാർന്ന നാവികസേനയുടെ സൈനിക അഭ്യാസങ്ങളാണ്. എന്തൊക്കെ യുദ്ധോപകരണങ്ങളാണ്, എന്തൊക്കെ ജലയാനങ്ങളാണ് അവർക്കുള്ളതെന്ന് വ്യക്തമായി കാട്ടിക്കൂട്ടുന്ന അതിന്റെ കമാൻഡോസിന്റെ ഓപ്പറേഷനിലടക്കം ഉള്ളവയുടെ റിഹേഴ്സൽ 1-ന് നടന്നു കഴിഞ്ഞു. എന്തായാലും നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. നമ്മളൊപ്പം നമ്മുടെ പ്രതിരോധ വിദഗ്ധൻ അനിൽ വേണ്ടിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു തരും എന്തിനാണ് ഈ നാവിക സേനാ ദിനം ഈ 3-ാം തീയതി ഇവിടെ കൊണ്ടുവച്ച് ആഘോഷിക്കുന്നത്. മറ്റ് സേനകളെ പോലെ അല്ല നേവിയുടെ ആഘോഷിക്കുന്നത്. നേവിയുടെ ആഘോഷിക്കുന്നത് 1971-ല് പാകിസ്ഥാൻ വാറിലെ ഓപ്പറേഷൻ ട്രിഡന്റ് വഴി ഇന്ത്യ 4 കപ്പലുകളാണ് നമ്മൾ തകർത്തത് പാകിസ്ഥാൻ. ശരിക്കും ബംഗ്ലാദേശ് വീഴാനുണ്ടായ ഒരു കാരണം ആ നേവിയുടെ ഓപ്പറേഷനാണ്. മാത്രമല്ല ഒരു നേവൽ ബ്ലോക്കേഡ് അവർക്ക് ഒരിക്കലും തകർക്കാൻ പറ്റാത്ത ഒരു നേവൽ ബ്ലോക്കേഡ് തീർക്കാൻ അറേബ്യൻ സമുദ്രത്തിൽ ഒരു നേവൽ ബ്ലോക്കേഡ് തീർക്കാൻ ഇന്ത്യൻ നേവിക്ക് കഴിയും. അന്ന് തീർച്ചയായിട്ടും ഇന്ത്യൻ എയർഫോഴ്സിന് ഇത്രയും ആധുനിക വിമാനങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമില്ല. 71-6 വരെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു റോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആർമിക്കും നേവിക്കും വഴി കാട്ടുക, അല്ലെങ്കിൽ വഴി ഒരുക്കുക, അല്ലെങ്കിൽ എയർ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അവരൊരു ഫൈറ്റിംഗ് ഫോഴ്സ് ആയിട്ട് സത്യത്തിൽ ഇന്ത്യൻ എയർഫോഴ്സ് ആ സമയത്ത് വളർന്നിട്ടില്ല. അപ്പോൾ അന്ന് കടലിൽ ശൗര്യം മുഴുവൻ കാണിച്ചത് നേവിയായിരുന്നു. കരയിൽ ആർമി, എയർഫോഴ്സിന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന റോൾ മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എയർഫോഴ്സിന് വലിയ വീരഗാഥകളൊന്നും ആ സമയത്ത് പറയാനില്ല. എങ്കിൽ പോലും ഇപ്പോൾ ഈ വാർഷികാഘോഷം നടക്കുന്ന ഡിസംബർ 4-നാണ് നമ്മുടെ വിജയ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ 4-ന് ഈ അഭ്യാസം നടക്കുന്നത് ശംഖുമുഖം കടൽപ്പുറത്താണെന്നത് മാത്രമല്ല, അത് ഇന്ത്യൻ എയർഫോഴ്സ് സ്റ്റേഷന്റെ ഏറ്റവും അടുത്തുകൂടെയാണ്. നമുക്കറിയാം, ഒരു ബ്രിട്ടീഷ് വിമാനം വന്ന് ചത്ത് കിടന്ന ഒരു സ്ഥലവും കൂടെയാണ് അവര് നേവൽ അഭ്യാസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് എന്തുകൊണ്ട് ആ വിമാനം അവിടെ വന്നുവെന്നും എന്തുകൊണ്ട് അവിടെ കിടന്നുവെന്നും എങ്ങനെ പോയി എന്നുള്ളതൊക്കെ വേറൊരു ചരിത്രമാണ്. അത് നമ്മൾ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എയർഫോഴ്സ് സ്റ്റേഷനുണ്ട്, ആർമിയുടെ ഒരു സ്റ്റേഷൻ പാങ്ങോടുണ്ട്. എയർഫോഴ്സിന്റെ തന്നെ ധാരാളം സിഗ്നൽ ഇന്റലിജൻസ്
വിഭാഗങ്ങൾ തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളുമായിട്ടുണ്ട്. സ്ഥലങ്ങളുടെ പേര് നമ്മൾ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതെല്ലാം തിരുവനന്തപുരത്തുണ്ട്. അത്യാവശ്യം വരുന്ന ഒരു യുദ്ധ സാഹചര്യത്തെ നേരിടാനുള്ള എല്ലാ ഒരുക്കവുമുള്ള ഒരു തീരപ്രദേശമാണ് തിരുവനന്തപുരം എന്ന് തെളിയിക്കുന്നതായിരിക്കും ഈ 3-ാം തീയതി 4-ാം തീയതി നടക്കുന്ന വ്യോമാഭ്യാസവും നേവൽ അഭ്യാസവും. വ്യോമാഭ്യാസം എന്ന് പറയാൻ കാരണം INS വിക്രാന്ത് വരുന്നുണ്ട്. വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഒക്കെ വഹിക്കാൻ സാധ്യതയുള്ള കഴിവുള്ള ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു വജ്രായുധം തന്നെയാണ് കടലിലെ INS വിക്രാന്ത്. വിക്രാന്തിനില്ലാതെ നമ്മുടെ നേരിയില്ല. അത്രയ്ക്ക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. INS വിക്രാന്തിനെ കാണുക എന്നുള്ളത് തന്നെയാണ് ആ കടലിലെ ഏറ്റവും വലിയ വിസ്മയം എന്ന് പറയുന്നത് INS വിക്രാന്താണ്. തീർച്ചയായിട്ടും നമ്മൾ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ നേവിയുടെ യുദ്ധവിമാന സെക്ടറിലുള്ള MiG-29 ആയിരിക്കും അന്ന് കൂടുതലും അഭ്യാസങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നേവി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അവർക്ക് നേവൽ അഭ്യാസത്തിനുള്ള പ്രത്യേക സ്ക്വാഡനുണ്ട്, നേവൽ ബാൻഡുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയായിരിക്കും അവർ പുറത്തെടുക്കുന്നത് എന്നുള്ളത് ഒരു സസ്പെൻസ് ആയിരിക്കും. അല്ലെങ്കിൽ തലേ ദിവസം മാത്രമേ അവർ അതിൻ്റെ ഇറ്റിനറി പുറത്തുവിടത്തുള്ളൂ. എന്നാലും നമുക്ക് ഒരു ആകാശ വിസ്മയവും കടലിലെ വിസ്മയവും എല്ലാം നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ 3 ഡിഫൻസ് ഫോഴ്സസിലെയും സീനിയർ ആയിട്ടുള്ള ഓഫീസർമാരും സർവ്വസൈന്യാധിപരായിട്ടുള്ള നമ്മുടെ പ്രസിഡന്റും ആ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. തീർച്ചയായിട്ടും ശ്രീ നരേന്ദ്രമോദിജി ഉണ്ടാവുമെന്നായിരുന്നു ആദ്യം നമുക്ക് ഉണ്ടായിരുന്ന ഒരു അറിയിപ്പ്. പക്ഷേ റഷ്യൻ പ്രസിഡന്റ് ശ്രീ വ്ളാദിമിർ പുടിൻ ഡൽഹി സന്ദർശിക്കുന്ന ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് അവിടെ വിട്ടു നിൽക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അതിന് പകരമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ചെയ്തത്. എന്തായാലും അദ്ദേഹത്തിന്റെ കണ്ണുകളും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാവും. ആളില്ലെങ്കിലും പ്രസൻസ് തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും. കാര്യം ഇത്തരം ഒരു മഹത്തായ ഒരു രംഗത്തിന് സാക്ഷ്യം വഹിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയത്തില്ല. എന്നാലും പല കമ്പൾഷൻസ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യം ഉണ്ടാവും. എന്നാലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കഴിഞ്ഞ സുനാമി എടുത്തുപോയ കടൽത്തീരം അതേപടി നിർമ്മിക്കാൻ ഇന്ത്യൻ നേവി കാണിച്ച ആ ധൈര്യം അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ പുറത്ത് നമുക്ക് എന്ത് ചിലവായിട്ടുണ്ടെങ്കിൽ പോലും അത് കേരളത്തിൻ്റെ ഒരു അസറ്റാണ്, നേവിക്കും അതൊരു അസറ്റാണ്. ഇതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ആൾറെഡി ഒരു കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു യൂണിറ്റ് നമുക്കുണ്ട്. നേവിയുടെയും കൂടെ ഒരു ശക്തമായിട്ടുള്ള യൂണിറ്റിൻ്റെ ഒരു പ്രസൻസ് തിരുവനന്തപുരത്ത് അത്യാവശ്യമാണ്. കാര്യം വിഴിഞ്ഞം ഇന്റർനാഷണൽ എയർപോർട്ട് വന്നപ്പോഴത്തേക്ക് അതിനുള്ള സംസാരം തിരുവനന്തപുരത്തുണ്ട്. ഒരു നേവൽ സ്റ്റേഷൻ നമുക്ക് തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കാം. അടിയന്തരമായി തന്നെ തിരുവനന്തപുരത്തും അതിനടുത്ത പ്രദേശങ്ങളിലും, അതായത് വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടായിരിക്കും. കാര്യം ഒരു അടിയന്തര സാഹചര്യം വരികയാണെങ്കിൽ അവിടെ നേവിയുടെ ഇടപെടൽ ആവശ്യമാണെങ്കിൽ അതിന് നമുക്ക് വാങ്ങാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ അത് അടിയന്തരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തത്. മാത്രമല്ല, ഇവിടെ കേരളത്തിലെ പിണറായി വിജയൻ പറയുന്നത് പോലെ ഞാനാണ് കപ്പൽ ഉണ്ടാക്കിയത്, തുറമുഖം ഉണ്ടാക്കിയതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പുറത്ത് നമ്മൾ കാണുമ്പോഴത്തേക്ക് അതൊരു പൂർണ്ണമായിട്ടും സിവിലിയൻ തുറമുഖമാണ്. പക്ഷേ അതിനകത്ത് ഇന്ത്യൻ നേവിക്കുള്ള എല്ലാ സൗകര്യങ്ങളും ആ എയർപോർട്ടിനകത്ത് എപ്പോഴും ഉണ്ടാകും. ഏത് നിമിഷത്തിലും ഇന്ത്യൻ നേവിക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലായിരിക്കും ആ വിമാനത്താവളം ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക, കമ്മീഷൻ ചെയ്തിട്ടുണ്ടാവുക. ഏതാനും മണിക്കൂറുകൾക്കകം ഇന്ത്യൻ നേവിക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ തുറമുഖം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഉള്ള അത്രയ്ക്ക് തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് ആ തുറമുഖം വന്നിരിക്കുന്നത്. ഈ വിഴിഞ്ഞം തുറമുഖം തുറമുഖം കെട്ടാമെന്ന് കണ്ടുപിടിച്ചത് ഈയിടയ്ക്കാണ്, ഈ അടുത്ത കാലത്താണ്? ഇല്ല, വിഴിഞ്ഞം തുറമുഖം, വിഴിഞ്ഞം നമ്മുടെ പഴയ നമ്മുടെ ഒരു ആയിനാടിന്റെ തലസ്ഥാനമായിരുന്നു, ഒരു തുറമുഖ നഗരമായിരുന്നു വിഴിഞ്ഞം. ഇന്നും അവിടെ ഒരു കോട്ട ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിന്റെ പേര് കോട്ടപ്പുറം എന്നാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു മുൻ തലസ്ഥാനമായിരുന്നു വിഴിഞ്ഞം. അപ്പൊ അവിടെ നേവിയുടെയും അവിടുത്തെ ആർമിയുടെയും ഒക്കെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഏതോ ഒരു സാഹചര്യത്തിൽ, അത് ചരിത്രത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല, ഏതോ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം അവിടുന്ന് പറിച്ചു മാറ്റപ്പെടുകയും കൊല്ലത്തോട്ടോ മറ്റു ഭാഗങ്ങളിലോട്ടോ പോവുകയും ചെയ്യുക ഒരു ചരിത്രമാണുള്ളത്. കൊല്ലം ഈ സർ CP-യുടെ കാലത്ത് തന്നെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യം സർവേ നടന്നു, കാര്യങ്ങളൊക്കെ നടന്നു വന്നെങ്കിലും തിരുവനന്തപുരത്തിന് ഒരു ദൗർഭാഗ്യമുണ്ട്. തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന എന്ത് പ്രൊജക്റ്റ് ഉണ്ടെങ്കിലും അത് മറ്റ് ജില്ലകളിലോട്ട് പോകുമെന്നുള്ളതാണ് തിരുവനന്തപുരത്തിന്റെ ദൗർഭാഗ്യം.
അപ്പം ആ രീതിയിലുള്ള ഒരു നിർമ്മാണത്താവളവും ഷിപ്പ് യാർഡും എല്ലാം വന്നത് കൊച്ചിയിലായിരുന്നു. കാര്യം കൊച്ചിക്കായിരുന്നു നമ്മൾ കൂടുതൽ പ്രാമുഖ്യം ഉണ്ടായിരുന്നു. കൊച്ചി കേരളത്തിന്റെ ഒരു മധ്യ കേരളം അതിന് പ്രാധാന്യമുണ്ട്. പക്ഷേ ഞാൻ ആ ചോദിച്ചു വന്നിട്ട് വിഴിഞ്ഞം ഈയിടെയാണ് കണ്ടുപിടിച്ചത് എന്ന് ചോദിക്കാൻ കാരണം പിന്നെ എന്തിനാണ് AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഡിഫൻസ് മന്ത്രി ആയിരുന്നപ്പോൾ ഏഴിമലയിൽ കൊണ്ടുപോയി ഒരു അക്കാഡമി, നേവൽ അക്കാഡമി അവിടെ തുടങ്ങാൻ കാരണം എന്താണ്? ഇവിടെ അതിനേക്കാൾ സൗകര്യം ചെന്നെത്താനുള്ള എളുപ്പം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഴക്കടൽ സംവിധാനം, അന്തർവാഹിനികൾക്കെല്ലാം വന്ന് തമ്പടിക്കാനുള്ള സൗകര്യം വരെ ഉണ്ടായിട്ട് പോലും ഈ കണ്ണൂരിലേക്ക് ഇത് കൊണ്ടുപോയി നേവൽ അക്കാഡമി കൊണ്ടുപോയി. കാരണം തിരുവനന്തപുരത്തിന്റെ വികസനത്തിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഒബ്സ്റ്റക്കിളും. കാര്യം ലൈറ്റ് മെട്രോ ആദ്യം കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് തിരുവനന്തപുരത്തേക്കാണ് വന്നത്. അപ്പോഴ് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയുടെ പ്രതിനിധികളൊക്കെ കൂടെ ചേർന്നിട്ട് തിരുവനന്തപുരത്ത് മാത്രം പോരാ, കോഴിക്കോടും വേണം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഒരു റീജിയണൽ ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് കോഴിക്കോടും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊജക്ട് മാറ്റി കൊടുത്തു. രണ്ടും കൂടെ കൊടുത്തു. ഇന്നലെ ഒന്നും നടന്നിട്ടില്ല. അതുപോലെ തിരുവനന്തപുരത്ത് എയിംസ് വരാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്ട് വന്നപ്പോഴത്തേക്ക് തിരുവനന്തപുരത്തിൻ്റെ കൂടെ കോഴിക്കോട് പോകും. ഇവർ കോഴിക്കോട് എന്ന് പറയുന്നുണ്ടെങ്കിലും കോഴിക്കോട് യൂണിവേഴ്സിറ്റി കോഴിക്കോടല്ല മലപ്പുറത്താണ്, കോഴിക്കോട് വിമാനത്താവളം കോഴിക്കോടല്ല മലപ്പുറത്താണ്. അപ്പം ഇവര് ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്തിന് വരുന്ന വികസനങ്ങളെല്ലാം മലബാറിലോട്ട് മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു രീതിയാണ് കാലങ്ങളായിട്ട് നമ്മൾ ഇത് തുടർന്നു വരുന്നത്. ഏക ഒരു അപവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാറുകാരനായ ശ്രീ K. നയനാര് കേരളത്തിലുണ്ടാകുന്നപ്പോഴത്തേക്ക് അന്ന് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റെടുത്തിരുന്ന 10-200 ഏക്കർ സ്ഥലം ടെക്നോ പാർക്കായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് മാത്രമാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ 50 വർഷത്തിലേക്കൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വികസനം. ബാക്കി വികസനം വരുമ്പോഴത്തേക്ക് എല്ലാം അത് മലബാറിലോട്ടോ കൊച്ചിയിലോട്ടോ പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഹൈക്കോടതി വരെ ഒരു രാത്രിക്ക് രാത്രി അത് എറണാകുളത്തേക്ക് പോകും. ഇന്നും ആ ഹൈക്കോടതിയിലെ കെട്ടം ആ ബോർഡ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്നത്, തുടർച്ചയായിട്ട് തുരങ്കം വയ്ക്കുന്ന ഒരു ലോബിയുണ്ട്. കാര്യം എറണാകുളത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വലിയ ലോബിയുണ്ട്. ആ ലോബിയെ നമുക്ക് ഒരിക്കലും പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖം CP യുടെ കാലത്തെ വരേണ്ടതായിരുന്നു. CP എന്ന് പറയുന്ന ആൾ അന്ന് ഉദ്ദേശിച്ചിരുന്നത് കേരളത്തിലെ തിരുവിതാംകൂർ ഒരു പ്രത്യേക രാജ്യമായിട്ട് മാറണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു കണക്കുകൂട്ടൽ. ആ രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നെങ്കിലും മലബാറിൽ നിന്നുള്ള കേരള എന്നുള്ള ആ ഒരു തീവ്ര വികാരത്തിന് തിരുവിതാംകൂറുകാരൻ സമ്മതിക്കാറുണ്ടായിരുന്നു. അപ്പോൾ വിഴിഞ്ഞം പണ്ടേ കേരളത്തിന്റെ തലസ്ഥാനമായിരുന്ന ഒരു സ്ഥലമാണ്, നശിപ്പിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. ഏതോ യുദ്ധത്തിലോ അങ്ങനെ നശിപ്പിച്ച ഒരു സ്ഥലമായിരിക്കാം. നമ്മുടെ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും, ഒരു തുറമുഖത്തിന് ആവശ്യമുള്ള എല്ലാ സാഹചര്യങ്ങളും പണ്ടേ അവിടെ ഉണ്ട്. ഇപ്പൊ വിഴിഞ്ഞത്ത് ഈ തുറമുഖത്തിന് തൊട്ടടുത്ത് കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കോട്ടയില്ലാതെ കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം വരുന്നില്ല. പണ്ടേ കോട്ട ഉണ്ടായിരുന്നു. വിഴിഞ്ഞമായി രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ആ വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു അദാനിയുടെ ഒരു വക പോർട്ട് എന്നുള്ള പേരിലാണ് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ ഏത് വിമാനത്താവളമോ അല്ലെങ്കിൽ ഏത് കപ്പൽശാലയോ ഏത് ഫെസിലിറ്റി വേണമെങ്കിലും ഒരു യുദ്ധ സാഹചര്യത്തിൽ നമ്മുടെ 4 ഫോഴ്സിനും, ആർമിക്കും നേവിക്കും എയർഫോഴ്സിനും കോസ്റ്റ് ഗാർഡിനും ഏത് സമയവും ഏറ്റെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം. അതിനകത്ത് വേറെ കോടതിയോ ഓർഡറോ സർക്കാരോ ഒന്നും അതിന് ഇടയ്ക്ക് വരുന്നില്ല. നമ്മുടെ ശംഖുമുഖത്ത് കാര്യമായ ടൂറിസം പദ്ധതികളൊന്നും ഇതുവരെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ 1-2 ഒരു ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള പാർക്കല്ലാതെ, ഒരു സാഗര കന്യകയുടെ പ്രതിമയല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ല എന്നതാണ് വസ്തുത. ശംഖുമുഖത്ത് ബീച്ച് പോയി, അവിടുത്തെ ബീച്ച് തിരയെടുത്തുകൊണ്ട് പോയി ആ ശോഷണത്തിൽ പോവുകയും തിരിച്ച് സ്വാഭാവികമായിട്ട് കൊണ്ടിട്ടുന്നത്. കാരണം വിഴിഞ്ഞം തുറമുഖം വരുന്ന മുറയ്ക്ക് ഇവിടുത്തെ തിരിച്ച് മണൽ കൊണ്ടുവന്ന് കരയിലേക്ക് ഇടുന്ന ആ ഒരു പ്രതിഭാസം അത് ഇല്ലാതായവരാണ് വിഴിഞ്ഞം തുറമുഖം ശംഖുമുഖം തീരം നശിക്കാൻ കാരണം. പക്ഷേ ഇത്തവണ അത് റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ PWD ചെയ്തതുപോലെയല്ല, വളരെ ശക്തമായ കോൺക്രീറ്റ് അടിത്തറ ഉണ്ടാക്കി 2-3 ഘട്ടമായിട്ട് തീരത്തെ തിരിച്ചു പിടിച്ച് തീര ശോഷണം ഇല്ലാതാക്കി പുതിയൊരു കടൽ തീരം ഇന്ത്യൻ നേവിയുടെ ഡിസൈൻ പ്രകാരം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ടൂറിസം അല്ല വലുത്, രാജ്യത്തിന്റെ സുരക്ഷയാണ്, പ്രതിരോധ ആവശ്യങ്ങളുടെ വലുത് എന്ന് കേന്ദ്ര സർക്കാർ കടപ്പിടുത്തം പിടിച്ചാൽ ഭാവിയിൽ 1 വർഷത്തിനകം തന്നെ നമ്മുടെ ശംഖുമുഖം കടൽ തീരം ഇന്ത്യൻ നേവിയുടെ ഒരു ആസ്ഥാന സ്റ്റേഷനായി മാറുന്നതിൽ ഒരു സംശയമില്ല. അങ്ങനെയല്ലേ? അതിനു വേണ്ടിയിട്ടാണ് അവര് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. അവിടെ ഇതുവരെ ടൂറിസം വികസനം നടത്താത്തതിന് ഉത്തരം വേറൊരു ചോദ്യമാണ്, ആരാണ് കേരളത്തിന്റെ ടൂറിസം മിനിസ്റ്റർ എന്നുള്ളത്. റീൽ മന്ത്രി എന്നറിയപ്പെടുന്ന ഒരാളാണ് കേരളത്തിന്റെ ടൂറിസം മിനിസ്റ്റർ. അതേ ഇരിക്കുമ്പോൾ ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കണം.
കാരണം ആ ശംഖുമുഖത്തിന്റെ പ്രാധാന്യം ഇന്ത്യൻ നേവി തിരിച്ചറിഞ്ഞു എന്നിടത്താണ് ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ വിജയം. അവിടെ അവർക്ക് അധികം സ്ഥലമൊന്നും അല്ലെങ്കിൽ ശംഖുമുഖത്ത് കൊണ്ടുപോയി ഒരു ഇതുപോലൊരു തൊട്ടപ്പുറത്ത് നമ്മുടെ വിമാനത്താവളം കിടക്കുകയാണ്. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഡൊമസ്റ്റിക് ടെർമിനല് തൊട്ടടുത്താണ്. എയർഫോഴ്സ് സ്റ്റേഷൻ, എയർഫോഴ്സിന്റെ എയർ ബേസ് തൊട്ടടുത്ത് ഒരുമാതിരി 100 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ ഈ തീരവും എയർബേസിന്റെ ഗേറ്റും തമ്മിൽ. ആ ഒരു പ്രദേശത്ത് തന്നെ കൊണ്ടുപോയി തന്ത്രപ്രധാനമായ ഈ ഒരു പ്രദേശത്ത് തന്നെ കൊണ്ടുവന്ന് തീരം റീക്രിയേറ്റ് ചെയ്ത് കടൽ തീരം ഉണ്ടാക്കി അവിടെ ഇതേപോലെ രാജ്യം ഉറ്റുനോക്കുന്ന നമ്മുടെ സർവ്വസൈന്യാധിപയായ രാഷ്ട്രപതി ദ്രൗപദി മുർമു വരുന്ന നാവികസേന മേധാവി അടക്കം വരുന്ന ഒരു മാസീവ് ഒരു ഷോ, നേവൽ എയർ ഷോ അവിടെ സംഘടിപ്പിക്കണമെങ്കിൽ ശംഖുമുഖത്തിന്റെ പ്രാധാന്യം അവർ കണ്ടറിഞ്ഞിരിക്കണം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് വേദിയിൽ കയറ്റിയില്ല എന്ന മരുമോന്റെ പരാതി ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്തെങ്കിലും പൊതുമരാമത്ത് വകുപ്പിനെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്തിച്ചെങ്കിലും ദ്രൗപദി മുർമു വരുന്ന സ്റ്റേജിൽ എന്തായാലും കയറാൻ അഖിൽ കുമാരന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതെ, അപ്പോ അതുകൊണ്ട് എന്നാലും പൊതുമരാമത്ത് മന്ത്രി എന്നുള്ള രീതിക്ക് നിറഞ്ഞു നിൽക്കാനോ അത് വെച്ച് ഫോട്ടോ എടുക്കാനോ അത് വെച്ച് റീലുണ്ടാക്കി നാട് മുഴുവൻ പ്രദർശിപ്പിക്കാനോ ഒക്കെയുള്ള ശ്രമം നടക്കും. നമ്മൾ പറഞ്ഞു വന്നത് ഈ ശംഖുമുഖം തുറമുഖത്തിന്റെ ആദ്യമേ പറഞ്ഞ രീതിയിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തൊട്ടടുത്ത് എയർഫോഴ്സ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആർമി, നേവി, എയർഫോഴ്സ് എല്ലാം കൂടെ ചേർന്ന് കമ്പൈൻഡ് തിയേറ്റേഴ്സ് ആണ് നമ്മുടെ തിയേറ്റർ കമാൻഡാണ് നമ്മുടെ വന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശംഖുമുഖത്ത് തന്നെ ആൾറെഡി നേവൽ ഓഫീസേഴ്സ് നിലവിൽ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. നേവൽ ഓഫീസേഴ്സിനെ അവർ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേവൽ ഓഫീസേഴ്സ് ആൾറെഡി ശംഖുമുഖം സ്റ്റേഷനിൽ നിലവിലുണ്ട്. മിക്കവാറും എല്ലാ എയർഫോഴ്സ് സ്റ്റേഷനുകളിലോട്ടും നേവൽ ഓഫീസേഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഷിപ്പുകളിലെല്ലാം എയർഫോഴ്സ് ഓഫീസേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഡെപ്യൂട്ടേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ജോയിന്റ് കമാൻഡ് ആയിരിക്കാം. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അടുത്ത വർഷങ്ങളിൽ വരുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു യുദ്ധം വരെയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ നേവി ഇല്ലാതെ നമുക്ക് ആ യുദ്ധം ചിന്തിക്കാൻ പറ്റത്തില്ല. ഈ അതിർത്തിയിലല്ലാതെ കരയുദ്ധം അല്ലെങ്കിൽ നമുക്ക് ബാക്കി നമ്മുടെ 3 ഭാഗവും നേവിയാണ്, കടലാണ്. അതുകൊണ്ട് നേവിയാണ് എല്ലാ യുദ്ധത്തിലും നമ്മുടെ കാവൽക്കാരൻ. ആകാശത്ത് എയർഫോഴ്സ് കാക്കുന്ന മാതിരി തന്നെ നമ്മുടെ ഇന്ത്യയുടെ 3 ഭാഗവും വ്യക്തിപരമായിട്ട് കാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് സ്ഥലമുണ്ട്. നമ്മുടെ നേവിയുടെ സ്ട്രെങ്ത് വളരെ കുറവാണ്. നമ്മുടെ അതിർത്തിയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നേവിയുടെ സ്ട്രെങ്തും ഉപകരണങ്ങളൊക്കെ വളരെ കുറവാണ്. ഈ നേവിയുടെ തന്നെ ഒരു അക്വിസിഷൻ നടന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ 10 വർഷത്തെ അക്വിസിഷൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള അക്വിസിഷനാണ്. സബ്മറൈൻസ്, ന്യൂക്ലിയർ സബ്മറൈൻസ് എല്ലാം വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കാണ്. അതുപോലെ ന്യൂക്ലിയർ പവേർഡ് ന്യൂക്ലിയർ പവേർഡ് എന്ന് പറയുമ്പോൾ മാസങ്ങളോളം കടലിനടിയിൽ കിടക്കാൻ സാധിക്കും സബ്മറൈൻസ്. ന്യൂക്ലിയർ പവേർഡ് ആകുമ്പോഴത്തേക്ക് പുറത്തു വരേണ്ട കാര്യം തന്നെ ഓക്സിജൻ മാത്രം കിട്ടിയാൽ മതി, ഓക്സിജൻ ഫുഡ് സപ്ലൈസ് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ ആ രീതിയിൽ കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് ഇന്ത്യൻ നേവിയിലുണ്ടായ ഒരു ഗ്രോത്ത്, ഒരു വെർട്ടിക്കൽ ഗ്രോത്താണ്. ഒരുപാട് അക്വിസിഷൻസ് നടന്നിട്ടുണ്ട്, ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഇനി ഈ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10-12ഓളം പിന്നെ നേവൽ ഷിപ്പുകൾ അടുത്ത 1-2 വർഷത്തിനിടയ്ക്ക് കമ്മീഷൻ ചെയ്യാൻ വേണ്ടി കിടക്കുന്നു. വിശാഖപട്ടണത്ത് നമ്മള് കടലിനടിയിൽ നമ്മളൊരു ഹാങ്ങർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നമ്മളെ ഇവർക്ക് വേണ്ടിയിട്ട്, അന്തർവാഹിനികൾക്ക് വേണ്ടിയിട്ട് കടലിനടിയിൽ ഒരു ഹാങ്ങർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഒരു അതായത് വിശാഖപട്ടണം തൊട്ട് ബോംബെ വരെയുള്ള ഒരു പോലെ കിടക്കുന്ന ഒരു ഏരിയ ഇന്ത്യൻ നേവിയുടെ വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. അതായത് നമ്മുടെ ബംഗ്ലാദേശ് ബോർഡർ തൊട്ട് പാകിസ്ഥാൻ ബോർഡർ വരെയുള്ള ഒരു സർക്കിള് കംപ്ലീറ്റ് ഇന്ത്യൻ നേവിയുടെ നിരീക്ഷണത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നേവിയുടെ ഇപ്പൊ BSFന്റെ ആൾറെഡി ഉണ്ട്. നമുക്ക് തിരുവനന്തപുരത്ത് ഒരു സ്റ്റേഷനുണ്ട്, എയർഫോഴ്സ് സ്റ്റേഷനുണ്ട്, ആർമി സ്റ്റേഷനുണ്ട്. തീർച്ചയായിട്ടും ഒരു നേവൽ സ്റ്റേഷൻ കൂടി തിരുവനന്തപുരത്ത് വരുന്നതിന്റെ ഒരു മുന്നോടിയായിട്ട് നമുക്ക് ഈ സേനാദിന ആഘോഷം നമുക്ക് കാണാം. BSFന്റെ റെസ്റ്റിംഗ് സ്റ്റേഷൻ പറ്റില്ല, കാരണം റെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവർക്ക് സ്റ്റേഷൻ തന്നെ നമുക്കവിടെ ഉണ്ട്. എനിക്ക് ഫുൾ ഫ്രണ്ടിൽ സ്റ്റേഷനാണ്. പിന്നെ മറ്റ് ഇന്ത്യയിലെ കേരളത്തിൽ നമുക്ക് ട്രെയിനിങ് ഫെസിലിറ്റീസ് നേരത്തെ ചോദിച്ച പോലെ നമ്മുടെ ഏഴിമല അവരുടെ ട്രെയിനിങ് അക്കാഡമിയാണ്. കേരളത്തിലെ ഈ ഗവൺമെന്റ് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് കേരളത്തിലെ എല്ലാ പ്രൊജക്ടുകളും എഴുതുന്നത്. സ്ഥലം ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ പറയുന്നത് ഞങ്ങൾക്ക് എയിംസിന് വേണ്ടിയിട്ട് 10 സ്ഥലത്തായിട്ട് 250 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് പറയുന്നത്. ഇതെന്താ ഉപയോഗിക്കാതെ കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ മറുപടിയില്ല. ഇതെല്ലാം സ്ഥലമുണ്ട്, പക്ഷെ എയിംസിന് സ്ഥലമുണ്ട്, 10 സ്ഥലമുണ്ട്. എന്താ അത് ഉപയോഗിക്കാതെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയില്ല. പിന്നെ കേരള
ഏതാ കേരളയിലോട് പോണ്ടേ? അതെ, അതിന് കിട്ടുന്ന സമയം മറ്റേ മലവെള്ളം ഡാം പൊട്ടി വെള്ളം പാഞ്ഞു പോകുന്നവരുടെ ഈ കേരളയിലെ ഇപ്പോഴത്തെ പുതിയ പുതിയ റൂട്ടുകൾ, അത് എങ്ങോട്ട് ഓടാൻ സൗകര്യം കിട്ടുന്ന അങ്ങോട്ടേക്ക് ഓടിക്കൊള്ളാം എന്ന പേരിലാണ് കേരളത്തിലെ നേവിയുടെ ആയാലും ആർമിയുടെ ആയാലും എയർഫോഴ്സിന്റെ ആയാലും ട്രെയിനിങ് സെന്റേഴ്സ് ഒന്നും ഇല്ല നമുക്ക്. അപ്പോൾ അത് കേരളത്തിൽ ആവശ്യമുള്ള ഒരു സ്ഥലമാണ്. കാരണം ഈ സാഹചര്യത്തിൽ ട്രെയിനിങ്ങിന് ഏറ്റവും നല്ലൊരു സ്ഥലമാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഇപ്പോൾ ആർമിയുടെയോ അല്ലെങ്കിൽ നേവിയുടെയോ എയർഫോഴ്സിന്റെയോ ഒക്കെ ട്രെയിനിങ് സെന്ററിന് 100 കണക്കിന് ഏക്കർ സ്ഥലം അവർക്ക് ആവശ്യമുണ്ട്. അത് ഗവൺമെന്റ് ഏറ്റെടുത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ചെയ്യാൻ അവർ തയ്യാറാണ്. കാര്യം ഞാൻ 2 വർഷത്തിന് മുമ്പേ തന്നെ തമിഴ്നാടിലേക്ക് യാത്ര പോകുമ്പോഴത്തേക്ക് ഈ 2 വരി പാത തിരുവനന്തപുരത്തിനും കന്യാകുമാരിക്കും ഇടയ്ക്കുള്ള 2 വരി പാത 2 വർഷത്തിന് മുമ്പേ പാറശാല വരെ വന്ന് നിൽക്കുകയാണ്. 2 വർഷമായി. പക്ഷേ കേരളത്തിലോട്ട് ഇതുവരെ സ്ഥലമെടുപ്പ് പൂർത്തിയായോ എന്നറിയത്തില്ല. എന്തായാലും പണിയൊന്നും തുടങ്ങിയില്ല. ഇനി ഒരു 2-3 വർഷം കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവാൻ പറ്റുള്ളൂ. അപ്പൊ തമിഴ്നാട് വരെ ചെയ്ത വർക്ക് വെറുതെ വേസ്റ്റാണ്. ആ രീതിയിൽ കേരള ഗവൺമെന്റും ഉദ്യോഗസ്ഥന്മാരും കാണിക്കുന്ന ആ ഒരു ഡിലേ, അത് വികസനത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തയാണ് ഉണ്ടായിട്ട് വരുന്നത്. അതിന് ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയെ പോലുള്ള കേരളത്തിലെ നമ്മുടെ വികസന നായകന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മൂന്ന് പേരുകളാണ് പറയേണ്ടത്. 1 ശ്രീ സി അച്യുതമേനോൻ, 2 ശ്രീ കെ കരുണാകരൻ, 3 ശ്രീ ഉമ്മൻചാണ്ടി. ഈ 3 പേരുടെ കാലത്തുമാണ് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റുകൾ കേരളത്തിൽ വരികയും ഏറ്റവും കൂടുതൽ വികസനം കേരളത്തിലോട്ട് വരികയും അതിൻ്റെ സ്വപ്നങ്ങളെല്ലാം അതിൻ്റെ എല്ലാം അസ്ഥിവാരം ഇട്ടത് ഈ 3 വ്യക്തികളാണ്. ഒരാൾ 2 പേര് കോൺഗ്രസ്സുകാരോ ഒരാൾ CPI-കാരനോ ആണെങ്കിലും രാഷ്ട്രീയമില്ലാതെ നമ്മൾ പറയുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ വികസനത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് ഇദ്ദേഹമാണ്. ഉദാഹരണത്തിന് ഈ കൊച്ചിയിൽ വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രൈവറ്റ് കമ്പനി ഉണ്ടാക്കി ഷെയർ പിരിക്കാൻ നടന്നപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞു കിളവന് വട്ടുമൂത്തെന്ന് പറഞ്ഞു. ആ കിളവന് വട്ടുമൂത്തെന്ന് പറഞ്ഞ ആള് തിരിച്ച് ആ സിയാൽ എയർപോർട്ടിന്റെ ഡയറക്ടർ ബോർഡ് പോസ്റ്റിൽ വന്ന് ചെയർമാനായിട്ട് ഇരിക്കുന്നത് നമ്മൾ കാണേണ്ടി വന്നു എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിന്റെ ആ ഇച്ഛാശക്തിയും ഉദ്ദേശശുദ്ധിയും എന്തുമാത്രം കൃത്യമായിരുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇന്ത്യയിൽ അടയാളപ്പെടുത്തിയ വിമാനത്താവളങ്ങളിൽ ഒന്ന് കൊച്ചിൻ എയർപോർട്ടാണ്. ഒരു കാലത്ത് നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് കൊച്ചിയിൽ ഒരു എയർപോർട്ട് വരിക എന്നുള്ളത്. അപ്പൊ അതേപോലെ തിരുവനന്തപുരത്ത് ഒരു നേവൽ സ്റ്റേഷൻ വരിക എന്നുള്ളത് അതിന് ഇച്ഛാശക്തിയുള്ള ഒരു മന്ത്രി ഉണ്ടെങ്കിൽ കേരളത്തിൽ വരും, ഇല്ലെങ്കിൽ അത് തമിഴ്നാട് കുളച്ചിലോട്ട് പോകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി തിരിച്ച് നമ്മുടെ നാവിക അഭ്യാസത്തിലേക്ക് വരാം. അത് കാരണം ലോകത്തെ നാവിക സൈനിക ശക്തികളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു അഭ്യാസമാകും ഡിസംബർ 3 തിരുവനന്തപുരം തീരപ്രദേശത്തെ ശംഖുമുഖത്ത് നടക്കുക. കാരണം ഇത്തവണ വർദ്ധിച്ച വീര്യത്തോടെയാകും ഇന്ത്യൻ നേവി അതിൽ തങ്ങളുടെ നേവൽ ഷോ നടത്തുക. അതിനൊരു കാരണമുണ്ട്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ നേവിക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതാണ്ട് നമ്മുടെ INS വിക്രാന്ത് മുങ്ങിക്കപ്പലുകളും കറാച്ചി തുറമുഖത്ത് ലക്ഷ്യമാക്കി കുതിച്ചു. ഓർഡർ കിട്ടിയപ്പോൾ അവരെത്തി ഓൺ ദ വേ ആയിരുന്നു. അപ്പോഴേക്കും നമ്മൾ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ നിന്നും അറിയിപ്പ് വരുന്നു, നമ്മൾ വെടിനിർത്തുകയാണെന്ന് പറയുന്നു. പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ച് പാകിസ്ഥാന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് ഇന്ത്യ വെടിനിർത്താൻ തീരുമാനിച്ചതോടെ ആ INS വിക്രാന്ത് യൂട്ടേൺ എടുത്ത് നാവിക കപ്പലുകളൊക്കെ യൂട്ടേൺ എടുത്ത് തിരികെ വരികയായിരുന്നു. അപ്പോൾ താങ്കൾക്ക് പറയാൻ അവർക്ക് ഇന്ത്യൻ നേവിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇച്ഛാഭംഗവും നിരാശയൊക്കെ ഉണ്ടായ ഒരു സംഭവമാണ്. കാര്യം നമ്മൾ എല്ലാ യുദ്ധത്തിനും എല്ലാത്തിനും തയ്യാറായിട്ട് നിന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ പിന്മാറുക എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ കാര്യം അത്രയും ആ ഒരു ലെവലിൽ അവരുടെ ഒരു മിലിറ്ററിയുടെ മൊറയിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ആ ഉദ്യോഗസ്ഥന്മാരുടെ ആ വീര്യം എന്തായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തുമാത്രം മെനക്കെട്ടിട്ടാണ് അവർ ഇത്രയും ചെയ്തത്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം റെഡിയായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാതെ തിരിച്ചു വരേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യൻ നേവിക്ക് ഭയങ്കരമായിട്ടുള്ള ഇച്ഛാഭംഗം ഉണ്ടാക്കിയ ഒരു അവസരമായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇത് നമ്മുടെ കൺട്രോളിലല്ലല്ലോ ഒരു കാര്യം. എന്തായാലും നമ്മൾ വിജയിച്ചെങ്കിൽ നേവിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഡെസ്പറേഷൻ ആയ ഒരു സമയമായിരുന്നു. എന്തായാലും അതിനുശേഷം നേവിയുടെ പല അഭ്യാസങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ യുദ്ധത്തിന് തയ്യാറാണ്. ലോകത്തെ എണ്ണം പറഞ്ഞ നേവികളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യൻ നേവി. നാവികസേനയുടെ മൊത്തം ഭയങ്കര അമർഷത്തിലായിരുന്നു. പക്ഷെ എന്താ ചെയ്യാൻ, നമുക്ക് ആ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ അമർഷം എന്ന വാക്കിനാണ് ഞാൻ ഇച്ഛാഭംഗം എന്ന് പറഞ്ഞത്. അവർ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല.
അപ്പോൾ നമ്മൾ അവരുടെ ആ ഒരു നേവൽ ഡേ ആയിട്ട് ആചരിക്കുന്നത് തന്നെ ഇന്ത്യ പാകിസ്ഥാനെ കീഴ്പ്പെടുത്തിയ ആ ഒരു ഓപ്പറേഷൻ ട്രിഡന്റിന്റെ ദിവസമാണ്. 3 കപ്പലുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പാകിസ്ഥാന്റെ തീരെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യുകയും ആക്രമിക്കുകയും കപ്പലുകൾ മുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയൊരു സീനായിരുന്നു നമ്മുടെ 71-ലെ നേവിയുടെ സീൻ. അത് അവർക്ക് അഭിമാനമായിട്ട് അവർ കൊണ്ടു നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ദിവസമാണ് ഇന്ത്യൻ നേവിയുടെ ഒരു വാർഷിക ദിനമായിട്ട് അല്ലെങ്കിൽ നേവൽ ഡേ ആയിട്ട് അവർ ആചരിച്ചു വരുന്നത്. എന്തായാലും വരുന്ന നമ്മുടെ MiG-21 പൈലറ്റുമാരുണ്ട്, അതിൽ എയർഫോഴ്സുകാരും ചിലപ്പോൾ 29 നമ്മുടെ ചിലപ്പോൾ എയർഫോഴ്സും ഷോയുടെ കൂടെ ഭാഗമാവാൻ സാധ്യതയുണ്ട്. കാര്യം ഈ ജോയിന്റ് തിയേറ്റർ കമാൻഡ് അല്ലെങ്കിൽ ജോയിന്റ് കമാൻഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നതിന് ശേഷം നടക്കുന്ന ഒരു മേജർ എക്സസൈസ് ആണ്. ഇപ്പോൾ 2 എക്സസൈസ് നടന്നായിരുന്നു. എന്നാലും അടുത്ത്, അതായത് ഒന്ന് ഗുജറാത്ത് ഏരിയയിലും വേറൊന്ന് പശ്ചിമ ബംഗാൾ ഏരിയയിലും നടന്നായിരുന്നു. 3ാമത്തെ ഒരു എക്സസൈസ് അല്ല, ഒരു എയർ ഷോ ആണെങ്കിൽ പോലും അതിനകത്ത് ആർമി, നേവി, എയർഫോഴ്സും എല്ലാം സഹകരിച്ച് ഉള്ള ദൃശ്യങ്ങളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഒന്നുകൂടെ ഇതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നാളെ മറ്റന്നാൾ 2 ദിവസത്തിലാണ്. പക്ഷേ ഈ ഒരു നാവികസേനയുടെ അഭ്യാസം നടക്കുമ്പോൾ അവിടെ നമ്മളിപ്പോഴും എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ ശംഖുമുഖം നമ്മുടെ കേരളത്തിൽ നിന്നും കൈവിട്ടു പോവുകയാണ്. കാരണം ശംഖുമുഖത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 30-35 വർഷം മുമ്പ് അന്ന് മാലിയിൽ ഇന്ത്യ ഒരു സൈനിക നടപടിയുമായി ഇന്ത്യ മുന്നോട്ട് പോയപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുമാണ് പോർ വിമാനങ്ങൾ ചീറിപ്പാഞ്ഞത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ ആ ദൗത്യം നിർവഹിച്ച് തിരികെ എത്തുകയും ചെയ്തു. അത്രത്തോളം തിരുവനന്തപുരം തീരവും തിരുവനന്തപുരത്തെ എയർഫോഴ്സ് സ്റ്റേഷനും വ്യോമത്താവളവും മറ്റ് രാജ്യങ്ങളുടെ മാത്രമല്ല മറ്റ് ചെറിയ ദ്വീപുകളൊക്കെ തന്ത്രപ്രധാനമായ മറ്റ് പ്രദേശങ്ങളിലോടൊക്കെ വളരെ അടുത്ത് കിടക്കുന്ന അത്രയും തന്ത്രപ്രധാനമായ സ്ഥലമാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം ഇനിയെങ്കിലും കേന്ദ്ര സർക്കാർ കമാൻഡ് ആദ്യം വന്നപ്പോഴത്തേക്ക് ആദ്യം വന്നത് നമ്മളെ കൗഡിയാറാണ്. ആദ്യം ബെൽഗോൺ പാലസിലാണ് എയർ കമാൻഡ് ആദ്യം വരുന്നത്. ഞാൻ ആ സമയത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അത് ശംഖുമുഖത്തേക്ക് അതിന്റെ ബേസ് മാറ്റിയത്, സ്ഥലം കിട്ടിയത്. നമുക്ക് അതുമല്ല, നമുക്ക് വിമാനത്താവളത്തിനോട് അടുത്തുള്ള പ്രദേശങ്ങളാണ് എയർഫോഴ്സിന് എപ്പോഴും ഓപ്പറേഷൻ സൗകര്യം. അങ്ങനെ ഓപ്പറേഷൻ യൂണിറ്റുകളൊക്കെ അവിടെയാണ് സ്ഥാപിച്ചത്. പിന്നെ കമാൻഡും ആ കുളത്തേക്ക് മാറ്റി. അന്നത്തെ ജീവിരാജ സ്കൂളിലെ എയർഫോഴ്സ് സ്റ്റേഷനാക്കി മാറ്റിയിരിക്കുന്നത് അത് എനിക്കറിയത്തില്ല. അതുപോലെ ആ ഒരു സ്ഥലം ഉപയോഗിച്ചാണെന്ന് തോന്നുന്നത്. അതിപ്പം ജീവിരാജ സ്കൂള് ആ ഫെസിലിറ്റിയിലാണ് അവരിപ്പോൾ എയർഫോഴ്സ് സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. തൊട്ടപ്പം തന്നെ എയർ ബേസും ഉണ്ട്. എന്തായാലും ഈ ഇന്ത്യൻ സേനയുടെ ഇന്ത്യൻ നാവികസേനയുടെ മൊത്തം കരുത്തും തിരുവനന്തപുരം കേരളം കാണാൻ വേണ്ടി ഇന്ത്യ കാണാൻ പോവുകയാണ്. ഇന്ത്യ മാത്രമല്ല, പല രാജ്യങ്ങളും അത് വളരെ അതിന് വേണ്ടിയിട്ട് ചാരക്കപ്പൽ വരെ പലയിടത്തും സ്ഥിതി ചെയ്യുന്നുണ്ട്. ചൈനീസ് കപ്പലുകൾ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ തുറമുഖത്ത് എപ്പോഴും അവരുടെ ഒരു പ്രസൻസ് ഉണ്ട് ചൈനീസ് കപ്പലുകളുടെ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വിഴിഞ്ഞം തുറമുഖത്ത് ശ്രീ എ കെ ആന്റണി ഇരുന്നപ്പോഴത്തേക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ടെൻഡർ നടപടികൾ ആയതിനു ശേഷം മാറ്റിവെക്കാൻ കാരണം അതിലെ ഒരു കമ്പനിയുടെ, ആ കൺസോർഷ്യത്തിലെ ഒരു കമ്പനി ഒരു ചൈനീസ് കമ്പനിയായിരുന്നു. ആ കമ്പനിയുടെ ആ കൺസോർഷ്യത്തിലുള്ള ആളിപ്പോൾ ED കസ്റ്റഡിയിലാണ്, ജയിലിലാണ്. അപ്പോൾ അന്ന് ഒരു വ്യാജ കമ്പനിയായിരുന്നു അന്ന് ഇന്ത്യയിൽ വന്നത്, ഒരു ചൈനീസ് കമ്പനിയാണ് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ അന്നേ തൊട്ടേ അവര് ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ ഒരു പ്രസൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവർ കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് ചൈന ഗൂഢമായിട്ട് ശ്രമിച്ചിരുന്നു. ആ സമയത്ത് അത് ഡിഫൻസ് മിനിസ്ട്രി, എ കെ ആന്റണി അല്ല, ഡിഫൻസ് മിനിസ്ട്രി സ്ട്രോങ് ആയിട്ട് ഒബ്ജക്ട് ചെയ്തു. ഇതെന്തായാലും പറ്റുന്നില്ല, ചൈനീസ് ബന്ധമുള്ള ഒരാളെ നമുക്ക് നമ്മുടെ വിഴിഞ്ഞം പോലുള്ള ഒരു തുറമുഖത്ത് കൊണ്ടുവയ്ക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ ഹമ്പൻതോട്ട തുറമുഖത്തിലോട്ട് മാറിയതും അവർ ശ്രീലങ്കയിൽ ഒരു ബേസ് ഉണ്ടാക്കിയത്. എന്തായാലും നമ്മുടെ ഡിഫൻസിന്റെ രംഗത്ത് ശംഖുമുഖത്തിനും തിരുവനന്തപുരത്തിനും വിഴിഞ്ഞത്തിനും ഒക്കെ വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്.